മരുഭൂമിയിലെ പിതാക്കന്മാരാൽ രചിക്കപ്പെട്ട ഫിലോക്കാലിയ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം ഒരു കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഥ ഇങ്ങനെയാണ്: ഒരിക്കൽ ദൈവം മാലാഖയോട് പറഞ്ഞു, മാലാഖേ, നീ ഭൂമിയിൽ പോയി ഏറ്റവും വിലയേറിയ വസ്തു കണ്ടെടുത്ത് നൽകണമെന്ന്. ഇങ്ങനെ മാലാഖ ഭൂമിയിൽ വന്ന് ദൈവസന്നിധിയിൽ നൽകുവാൻ തക്കവണ്ണം വിലയേറിയ വസ്തുക്കൾ അന്വേഷിച്ചു നടന്നു. പിന്നെ മാലാഖ ക്രിസ്തുവിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു സഹതായുടെ ഒരു തുള്ളി രക്തം തന്റെ കൈക്കുമ്പിളിലാക്കി ദൈവത്തിന് കൊണ്ട് കൊടുത്തു. ദൈവം പറഞ്ഞു, ഇതെനിക്ക് വിലയേറിയത്, എന്നാൽ ഇതിലും വിലയേറിയത് ഭൂമിയിലുണ്ട് എന്ന്. മാലാഖ ദീർഘനാളുകൾ ഭൂമിയിൽ പരതി നടന്നു, ദൈവത്തിന് വിലയേറിയ വസ്തു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദൈവാലയത്തിൽ തന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും ബലഹീനതകളെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ തന്റെ ജീവിതത്തിലെ തിന്മകളെ കുറവുകളെയൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് അനുതപിച്ച ഒരു മനുഷ്യന്റെ കണ്ണുനീര് മാലാഖയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വിറ്റ് വീണ ഒരു തുള്ളി കണ്ണുനീർ തന്റെ കൈക്കുമ്പിളിലാക്കി മാലാഖ ദൈവത്തിന് കൊണ്ട് കൊടുത്തു. ദൈവം പറഞ്ഞു, ഇതെനിക്ക് ഏറ്റവും വിലയേറിയത്. അനുതപിക്കുന്ന ഒരു മനുഷ്യന്റെ മടങ്ങിവരവും ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ ഒരു മനുഷ്യന്റെ തിരിച്ചു വരവും അവന്റെ കണ്ണുനീരും ദൈവസന്നിധിയിൽ വളരെ വിലയേറിയതാണ്. ഈ പരിശുദ്ധ നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ അനുതാപത്തിന്റെ ഒരു കണ്ണുനീർ പൊഴിക്കുന്ന അനുഭവവും ചില മടങ്ങിവരവിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവസന്നിധിയിൽ അത് ശ്രേഷ്ഠകരമാണ്. ഈ വിശുദ്ധ തിരുവചനം നമുക്ക് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ്. മടങ്ങിയെത്തുവാൻ കഴിയാത്ത വിധം ആരും അത്രമേൽ ദൂരെ ഒന്നും പോയിട്ടില്ല. കണ്ടെത്തുവാൻ കഴിയാത്ത വിധം ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുമില്ല. ഈ ബോധ്യങ്ങളിൽ അനുതാപത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുവാൻ ഈ പരിശുദ്ധ നോമ്പിന്റെ ദിനങ്ങൾ നമ്മെ സജ്ജരാക്കണം. ഈ പരിശുദ്ധമായ ദൈവാലയത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നാം ആയിരിക്കുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിപ്പോൾ കൂടിയിരിക്കുന്നത്? ധ്യാനത്തിൽ. എന്താണ് ധ്യാനം? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് മൗനമായി എവിടെയെങ്കിലും ഇരുന്നാൽ അത് ധ്യാനമാണെന്ന് നാം തെറ്റിദ്ധരിക്കാം. നിസ്സംഗമായിരിക്കുകയും നിശബ്ദമായിരിക്കുകയും ചെയ്യുന്നതിനപ്പുറമായി ധ്യാനത്തിന് ഒരാത്മീയ തലമുണ്ട്. ഈ സങ്കീർത്തനങ്ങളെല്ലാം ധ്യാനാത്മകമായ രീതിയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തോടും അവനവനോടും സംവേദിച്ച് ചില ബോധ്യങ്ങളിൽ എത്തുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മോടും ദൈവത്തോടും സംവേദിച്ച് ചില ബോധ്യങ്ങളിൽ എത്തുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. സങ്കീർത്തന ഭാഗത്തിൽ രേഖപ്പെടുത്തിയതിനുണ്ട്, ധ്യാനത്തിങ്കൽ തീ കത്തി. എന്താണ് ധ്യാനത്തിങ്കൽ തീ കത്തി എന്ന് പറയുന്നത്? ദൈവത്തോടും നമ്മോടും ചില സംഘടനകൾ നടത്തി, ഒരു മൽപ്പിടുത്തം നടത്തി, ചില ഊർജം ഉൾക്കൊള്ളുന്ന അനുഭവം ഉണ്ടാകുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇന്ന് ഈ ദേവാലയത്തിൽ ധ്യാനാത്മകമായി നാം ഇരിക്കുമ്പോൾ നിശബ്ദമായി നിസ്സംഗതയോടുകൂടി നിശ്ചലമായ അവസ്ഥയ്ക്ക് അപ്പുറം നമ്മോടും ദൈവത്തോടും സംവേദിച്ച് ചില ബോധ്യങ്ങൾ ഈ ധ്യാന നിമിഷങ്ങളിൽ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായി പകലിൽ അല്പസമയം നിങ്ങളുമായി ചിന്തിക്കുവാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം. 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം. വേദഭാഗം ഇപ്രകാരമാണ്:
അനന്തരം രാജാവ് ആളയച്ചു. അവർ യഹൂദിയയിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരൂശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും അബാലവൃദ്ധം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ ചെന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നും കൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തോട് യോജിച്ചു. വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. ഒരു രാജാവ് ആളെ അയച്ച് സകല മൂപ്പന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അബാലം വൃദ്ധജനങ്ങളെയും യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തി. യഹോവയുടെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ നിയമപുസ്തകം അവർ കേൾക്കെ വായിച്ചു. ദൈവസന്നിധിയിൽ അതനുസരിച്ച് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും അതിൻ പ്രകാരം ജീവിച്ചു കൊള്ളാമെന്ന് ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തോട് യോജിച്ചു. അനന്തരം രാജാവ് ആളയച്ചു. ഏത് രാജാവ്? യോശിയ രാജാവ്. ഏത് രാജാവാണ് ഈ വലിയ ചരിത്രപരമായ ഒരു നവോത്ഥാനത്തിന് ഉദ്യമിച്ചത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഇതിന് തൊട്ടു മുമ്പുള്ള അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകണം. വേദഭാഗത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്നും നന്നേ അകന്ന് ദൈവികമല്ലാത്ത പ്രവർത്തികളിൽ മലിനപ്പെട്ട സാഹചര്യത്തിൽ ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഉത്സാഹിച്ച ഉദ്യമിച്ച ഇസ്രായേലിന്റെ ചരിത്രത്തിൽ 8 വയസ്സ് പ്രായമുള്ളപ്പോൾ രാജാവായ യോശിയ രാജാവിന്റെ ചരിത്രമാണ് ഈ വേദഭാഗത്തിൽ വരച്ചു കാണിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ പശ്ചാത്തലം നോക്കുമ്പോൾ അവരുടെ ദൈവബന്ധവും ദൈവാരാധനയും ദൈവാലയ ബന്ധവും എല്ലാം നന്നേ നഷ്ടപ്പെട്ട് ദൈവാലയം അശുദ്ധമാക്കപ്പെടുകയും ഇസ്രായേൽ ജനതയുടെ ഐശ്വര്യത്തിന്റെ കാരണഭൂതനായ യഹോവയാം ദൈവത്തിന്റെ നാമം പോലും ഉച്ചരിക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ ഇസ്രായേലിന്റെ രാജാവായി തീർന്ന യോശിയ രാജാവ് നടത്തിയ ചില ഇടപെടലുകളിന്റെ ചിത്രമാണ് ഈ വേദഭാഗത്തിൽ ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 22-23 അധ്യായങ്ങളെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദ ഗ്രേറ്റസ്റ്റ് സ്പിരിച്വൽ റിവൈവൽ. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീക നവോത്ഥാനത്തിന്റെ ആത്മീക നവീകരണത്തിന് അനുഗ്രഹീതമായ അനുഭവത്തെ ഭംഗിയായി ചിത്രീകരിക്കുന്ന 2 അധ്യായങ്ങളാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 22-23 അധ്യായങ്ങൾ. ഇങ്ങനെ ഇസ്രായേൽ ജനതയിൽ ദൈവത്തിൽ നിന്നും അകന്നുപോയി ദൈവാലയത്തെ അശുദ്ധമാക്കി ദൈവബന്ധത്തിൽ നിന്നും നന്നേ ഓടിപ്പോയ ഒരു സമൂഹത്തെ ദൈവബന്ധത്തിലേക്ക് ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ യോശിയ രാജാവിന് കഴിഞ്ഞത് യോശിയ രാജാവിന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠകരമായ നിലപാടുകൾ കൊണ്ടാണ്. എന്താണ് യോശിയ രാജാവിന്റെ ജീവിതത്തിലുണ്ടായ നിലപാട്? ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നിലപാടുകൾ എടുക്കുവാൻ ഭയമുള്ള ഒരു സമൂഹമായി നാം മാറാറുണ്ട്. അത് സഭാ നേതൃത്വമാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും സാമൂഹിക ഇടപെടലുകളിൽ നിൽക്കുന്നവരാണെങ്കിലും നമ്മുടെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നാം നമ്മെ ശ്രദ്ധിച്ചാണ് നിലപാടുകളെ സ്വീകരിക്കാറുള്ളത്. നാം സുരക്ഷിതരായി നിന്നുകൊണ്ട് ചില സേഫ് സോണുകളിൽ നിന്നുകൊണ്ട് ചില നിലപാടുകളെ സ്വീകരിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ
ഇവിടെ യോശിയ രാജാവ് തന്റെ സുരക്ഷിതത്വങ്ങൾക്കും ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാടുകളോട് ചേർത്ത് വെക്കാതെ ദൈവത്തിന് ഹിതകരമായ അതിശ്രേഷ്ഠകരമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ യോശിയ രാജാവിന് കഴിയുകയാണ്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുവാൻ യോശിയ രാജാവിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 2 പ്രത്യേകതകൾ കൊണ്ടാണ്. അനുഗ്രഹീതമായ ഈ പകലിൽ യോശിയ രാജാവ് ശ്രേഷ്ഠകരമായ നിലപാടുകളെ സ്വീകരിക്കുവാൻ ഇടയാക്കിയ യോശിയ രാജാവിന്റെ ജീവിതത്തിലെ 2 പ്രത്യേകതകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന്, യോശിയ രാജാവിന് ധീരമായ ശ്രേഷ്ഠകരമായ ദൈവത്തിലേക്ക് ദൈവജനത്തെ തിരിക്കുന്ന ഒരു നിലപാടെടുക്കുവാൻ സഹായമായത് ഒന്നാമത് യോശിയ രാജാവിന്റെ പ്രത്യേകത പ്രതികൂല സാഹചര്യങ്ങളിലുള്ള യോശിയ രാജാവിന്റെ അചഞ്ചലമായ വിശ്വാസമാണ്. പ്രതികൂല സാഹചര്യത്തിലുള്ള യോശിയ രാജാവിന്റെ അചഞ്ചലമായ വിശ്വാസമാണ്. എന്താണ് പ്രതികൂലമായ സാഹചര്യം? യോശിയ രാജാവിന്റെ ഭരണ കാലഘട്ടത്തിൽ യോശിയ രാജാവ് 2 പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ടു. ഒന്ന്, ഒരു രാജ്യത്തിന്റെ 99% ആളുകളും ദൈവത്തിൽ നിന്നും അകന്ന് അന്യദേവന്മാരെ ആരാധിക്കുകയും ദേവാലയത്തെ അശുദ്ധമാക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമം പോലും ഉച്ചരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകാത്ത പ്രതികൂലമായ ഒരു സാഹചര്യം. ഭൂരിപക്ഷം ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു സാഹചര്യത്തിൽ ദൈവജനത്തിന്റെ രാജാവായ ഒരു മനുഷ്യനായിരുന്നു യോശിയ രാജാവ്. അതാണ് ഒന്നാമത്തെ പ്രതികൂല സാഹചര്യം. ബഹുഭൂരിപക്ഷം ദൈവത്തിൽ നിന്നും അകന്ന് ദൈവികമല്ലാത്ത പ്രവണതകളെ സ്വീകരിക്കുന്ന വഴി. രണ്ടാമത്തെ പ്രതികൂല സാഹചര്യം യോശിയ രാജാവ് നേരിട്ടത് യോശിയ രാജാവിന്റെ പൂർവപിതാക്കന്മാരുടെ ഭരണകാലഘട്ടമാണ്. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗത്തിൽ യോശിയ രാജാവിന്റെ പിതാവായ അമ്മോൻ രാജാവിന്റെ പിതാമഹനായ മനശ്ശെ രാജാവിന്റെയൊക്കെ ഭരണ കാലഘട്ടത്തെ ഭംഗിയായി ചിത്രീകരിക്കുന്നുണ്ട്. 21-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ തന്റെ പിതാവിന്റെ പിതാമഹനായ മനശ്ശെ രാജാവിന്റെ ഭരണത്തെ കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനശ്ശെ രാജാവ് തന്റെ പിതാവായ ഹിസ്കിയാവ് തകർത്ത ബാലിന്റെ വിഗ്രഹങ്ങളെയും ബലിപീഠങ്ങളെയൊക്കെ പുനർനിർമ്മിച്ചുകൊണ്ട് ദൈവജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റി. തന്റെ പിതാവിന്റെ പിതാവായ മനശ്ശെ രാജാവ് ദൈവജനത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തേണ്ട സാഹചര്യത്തിന് വിപരീതമായി തന്റെ പൂർവ്വപിതാവായ ഹിസ്കിയാവ് തകർത്ത ബാലിന്റെ വിഗ്രഹങ്ങളെയും പൂജാഗിരികളെയും പുനർനിർമ്മിച്ച് ദൈവജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റി. തന്റെ പിതാവായ അമോൻ രാജാവ് മനശ്ശെ രാജാവ് നടന്ന അതേ പാതയെ പിന്തുടർന്നു. അങ്ങനെ നോക്കുമ്പോൾ 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇസ്രായേലിന്റെ രാജാവായ യോശിയ രാജാവ് തനിക്ക് 16 വയസ്സുള്ളപ്പോൾ ഇങ്ങനെ ഒരു ശ്രേഷ്ഠകരമായ നിലപാടുകളെ സ്വീകരിക്കുമ്പോൾ പ്രതികൂലമായ വലിയ 2 സാഹചര്യം. ഒന്ന്, ബഹുഭൂരിപക്ഷം ദൈവത്തിൽ നിന്നും അകന്നുപോയി. 2, തന്റെ അപ്പന്റെ അപ്പനുമായ മനശ്ശെ രാജാവും അമ്മോൻ രാജാവും ഒക്കെ സ്വീകരിച്ച പാതകൾ ദൈവത്തിൽ നിന്നും അകലുന്ന ചില പാതകളാണ്. ഈ 2 പ്രതികൂല സാഹചര്യങ്ങളിൽ ശ്രേഷ്ഠകരമായ ധീരമായ നിലപാടുകളെ സ്വീകരിക്കുവാൻ യോശിയ രാജാവിന് കഴിഞ്ഞത് തന്റെ ജീവിതത്തിന്റെ അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. അചഞ്ചലമായ വിശ്വാസം കൊണ്ട് ഈ പ്രതികൂല സാഹചര്യങ്ങളിലും യോശിയ രാജാവിന് ശ്രേഷ്ഠകരമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ കഴിഞ്ഞു. എന്താണ് യോശിയ രാജാവ് സ്വീകരിച്ച ആ നിലപാട്? 2 രാജാക്കന്മാരുടെ പുസ്തകം
22-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോശിയ രാജാവ് സ്വീകരിച്ച നിലപാട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യം. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിൽ അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ, അചഞ്ചല വിശ്വാസങ്ങളിൽ യോശിയ രാജാവ് സ്വീകരിച്ച ശ്രേഷ്ഠകരമായ നിലപാടതാണ്. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, അവൻ തന്റെ പൂർവ്വപിതാവായ ദാവീദിന്റെ വഴിയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നടന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, 16 വയസ്സുള്ള ഒരു രാജാവ്. ഇന്ന് 16 വയസ്സുള്ള ഒരാള് എത്രാം ക്ലാസ്സിൽ പഠിക്കുക? +1 പഠിക്കുന്ന പ്രായവും. ആ 16 വയസ്സുള്ള യോശിയ രാജാവിന് ഒരു പക്ഷേ സ്വീകരിക്കാവുന്ന നല്ല മാതൃകകൾ തന്റെ അപ്പന്റെ അപ്പനും ഒക്കെ ആയിരിക്കും, അല്ലേ? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള നാം കണ്ണുകൊണ്ട് കണ്ട, നാം ഹൃദയം കൊണ്ട് അറിഞ്ഞതിനെയൊക്കെ സ്വീകരിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പനായ അമ്മോൻ രാജാവിന്റെയും പിതാവിന്റെ പിതാവായ മനശ്ശെ രാജാവിന്റെ ഒന്നും പാതകളെ സ്വീകരിക്കാതെ യോശിയ രാജാവ് ആരുടെ പാതയെ സ്വീകരിച്ചെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവൻ ദാവീദിന്റെ പാതയെ സ്വീകരിച്ചു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്ത് ദാവീദിന്റെ പാതയെ സ്വീകരിച്ചു. ദാവീദ് ആരായിരുന്നു? ദൈവസന്നിധിയിൽ നീതിയോടും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും കൂടി തന്റെ നിയോഗങ്ങളെ പൂർത്തീകരിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ആ ദാവീദിന്റെ ജീവിതത്തിൽ ചെറിയ കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ബലഹീനതകളിലെല്ലാം അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന ഒരു രാജാവായിരുന്നു ദാവീദ് രാജാവ്. ഇവിടെ യോശിയ രാജാവ് തന്റെ കയ്യെത്തും ദൂരത്ത് ചില മാതൃകകൾ ഉണ്ടായിട്ടും അതൊക്കെ തെറ്റായ മാതൃകകളാണ് എന്ന തിരിച്ചറിവിൽ നല്ല മാതൃകകളെ സ്വീകരിക്കുവാൻ യോശിയ രാജാവ് തയ്യാറാകുകയാണ്. ഈ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. നല്ല മാതൃകകൾ നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല മാതൃകകൾ നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല മാതൃകകളെ സ്വീകരിക്കുവാനും നല്ല മാതൃകകളായി നാം തന്നെ സമർപ്പിക്കപ്പെടുവാനും നമ്മുടെ ജീവിതത്തിന് കഴിയുമ്പോഴാണ് ജീവിതം വെളിച്ചമുള്ളതായി തീരുന്നത്. അത് സഭാരംഗത്താണെങ്കിലും രാഷ്ട്രീയ മേഖലകളിലാണെങ്കിലും സാമൂഹിക പശ്ചാത്തലങ്ങളിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും നല്ല മാതൃകകൾ നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് യോശിയ രാജാവിന്റെ ജീവിതം നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നത്. ശ്രേഷ്ഠകരമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു തലമുറയെ, ഒരു ദൈവജനത്തെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത് നല്ല മാതൃകയെ സ്വീകരിച്ചത് കൊണ്ടാണ്. യോശിയ രാജാവിന് നല്ല മാതൃകയായി വെളിച്ചമുള്ള ദാവീദിന്റെ ഒരു പാതയുണ്ടായിരുന്നു. ഇന്ന് പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ഈ പുതുപ്പള്ളി പള്ളിയുടെ ദേവാലയത്തിന്റെ ഉള്ളിലും ദേവാലയത്തിന്റെ അങ്കണത്തിലുമൊക്കെ ആയിട്ട് നാം ഇരിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില പൂർവികരുടെ നന്മയുള്ള വെളിച്ചമുള്ള പാതയെ പിന്തുടർന്ന നാം ഇവിടെ വന്നതല്ലേ? നമുക്ക് മുമ്പ് തീഷ്ണതയോടെ നോമ്പനുഷ്ഠിച്ച, തീഷ്ണതയോടെ ദൈവബന്ധത്തിൽ ദേവാലയ ബന്ധത്തിൽ നിന്ന വെളിച്ചമുള്ള ചില നന്മയുള്ള പാതകളെ സ്വീകരിച്ചാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം ഒന്ന് ആലോചിക്കണം. യോശിയ രാജാവിനെ സ്വീകരിക്കുവാൻ ദാവീദിന്റെ വെളിച്ചമുള്ള ഒരു പാതയുണ്ടായിരുന്നു. നാം ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന വെളിച്ചമുള്ള ഒരു പാത നമുക്കുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, വരും തലമുറകൾക്ക് വേണ്ടി വെളിച്ചമുള്ള ഒരു പാതയെ പരുവപ്പെടുത്തുവാൻ, ഒരുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
വരും തലമുറകൾക്ക് വേണ്ടി ദാവീദ് യോശിയ രാജാവിന് നല്ല മാതൃകയായതുപോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആത്മീയ വഴികളിൽ നല്ല മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നതുപോലെ വരും തലമുറകൾക്ക് വേണ്ടി ഒരു നന്മയുള്ള വെളിച്ചമുള്ള പാതയെ ഒരുക്കുവാനും നല്ല മാതൃകയെ ഒരുക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്തുള്ളതിലും അധികമായി സാമ്പത്തികമായ ഉന്നമനം നമുക്കുണ്ട്, അല്ലേ? സമൃദ്ധിയുണ്ട്. ഭൗതികമായ പുരോഗതിയും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഒക്കെ വളരുന്നുണ്ട്. പക്ഷേ ദൈവാനുഭവവും ദൈവാശ്രയവും എവിടെയൊക്കെയോ നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ട്, അല്ലേ? നമ്മൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് ചോദിച്ചു നോക്കിക്കേ. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് അത്രയും തീഷ്ണമായ ഒരു ദൈവബന്ധം എനിക്കുണ്ടോ? പണ്ടുകാലത്ത് ചാണകം മെഴുകിയ തറയാണെങ്കിലും ഓലമേഞ്ഞ കൂരയാണെങ്കിലും കണ്ണുനീരോടുകൂടി നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവബന്ധമുള്ള ഒരു തലമുറയുണ്ടായിരുന്നു. ആ തലമുറയുടെ കണ്ണുനീരിന്റെ അനുഗ്രഹവും നന്മയുമാണ് നാം സ്വീകരിക്കുന്നതെന്നുള്ളൊരു ബോധ്യം നമ്മിൽ ഉണ്ടാകണം. ആ ബോധ്യത്തിൽ ജീവിതത്തിൽ ചില കണ്ണുനീരിന്റെ അനുഭവത്തിൽ ദൈവബന്ധത്തിൽ വെളിച്ചമുള്ള ജീവിതത്തിലൂടെ തലമുറകൾക്ക് വെളിച്ചമുള്ള പാതകളെ ഒരുക്കുവാൻ കഴിയണം. അങ്ങനെ വെളിച്ചമുള്ള ചില പാതകളെ ഒരുക്കുന്നതിലൂടെ വരും തലമുറകൾ ശ്രേഷ്ഠകരമായ ചില നിലപാടുകളെ സ്വീകരിക്കുവാൻ കഴിയണം. സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്നും നാമൊക്കെ ബഹുഭൂരിപക്ഷത്തോട് ചേർന്ന് നമ്മുടെ നിലപാടുകളെ പരുവപ്പെടുത്തുമ്പോൾ സേഫ് സോണുകളിൽ നിന്നും ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ദൈവത്തിന് നിരക്കുന്ന ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് വെളിച്ചമുള്ള ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തി തലമുറകൾക്ക് വെളിച്ചത്തെ പകരുവാൻ കഴിയണം. എൻ്റെ ജീവിതത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ സെമിനാരിയിൽ 2ാം വർഷം പഠിക്കുമ്പോൾ, സെമിനാരിയിൽ പഠിക്കുന്ന 2ാം വർഷം പഠനം പൂർത്തിയാക്കുന്ന എല്ലാവരും ഫീൽഡ് വർക്കിന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവധിക്കാലങ്ങളിൽ പോകണമെന്നൊരു പതിവുണ്ട്. അങ്ങനെ 2ാം വർഷം സെമിനാരിയിൽ പഠിക്കുന്ന ഞാൻ എൻ്റെ ഫീൽഡ് വർക്കിന് പോകേണ്ട സ്ഥാപനം ഏതാണെന്ന് അന്വേഷിച്ച് നോട്ടീസ് ബോർഡിൽ ഞങ്ങളുടെ പേരും അതിന് നേരെ പോകേണ്ട സ്ഥാപനത്തിന്റെ പേരും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫീൽഡ് വർക്കിന് പോകേണ്ട സ്ഥാപനം ഏതാണെന്ന് അന്വേഷിച്ച് നോട്ടീസ് ബോർഡിൽ പേര് പോയി നോക്കിയപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു ബിബിൻ മാത്യു. അതിന്റെ നേരെ പൗലോസ് മാർ പക്കോമിയോസ് ശാലേം ഭവൻ 600 മംഗലം, ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പേരും എഴുതിയിട്ടുണ്ട്. ഞാൻ അന്ന് വരെ അങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ എൻ്റെ സഹപാഠിയായ മാവേലിക്കര ഭദ്രാസനത്തിന് വേണ്ടി പഠിക്കുന്ന സഹോദരനോട് ചോദിച്ചു, ഈ സ്ഥാപനം എന്താണ്? വ്യക്തമായ ഉത്തരം നൽകിയില്ല. ഉത്തരം ഇത്രേ പറഞ്ഞുള്ളൂ, നിനക്ക് പറ്റിയ സ്ഥലമാ, നിന്നെ പോലെ ഉള്ളവരൊക്കെ ഉള്ള സ്ഥലമാണെന്ന് മാത്രമേ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. വീണ്ടും അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, മാനസിക നില തെറ്റിയ ഒരു 10-50 പേരെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതെന്ന്. അങ്ങനെ ഞാന് ഈ സ്ഥാപനത്തിലേക്ക് ഫീൽഡ് വർക്കിനായിട്ട് പോയി. ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി ഈ സ്ഥാപനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ ചിന്താക്കുഴപ്പങ്ങളാണ്. ഒന്നാമത്തെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കാണോ കുഴപ്പം, ഇവിടെ ഉള്ളവർക്കാണോ കുഴപ്പം എന്നൊരു ചിന്ത ആദ്യം ഉണ്ടായി. മാനസികമായി നില തെറ്റിയവരെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലെ മാനസിക നില തെറ്റിയവരെക്കാൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ മനോനിലയുണ്ടെന്ന് കരുതുന്ന നമ്മളെക്കാൾ മാനസികമായ പക്വതയോടുകൂടി അവർ പെരുമാറുന്നു എന്നതാണ് എന്നെ വ്യത്യസ്തമായി ചിന്തിപ്പിക്കുവാൻ ഇടയാക്കിയത്. അവിടെ പ്രായമായ ചില ആളുകളുണ്ട്, യൗവനക്കാരായവരുമുണ്ട്. ഇവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ യൗവനക്കാരായവര് ബ്രഷിൽ പേസ്റ്റും ഒക്കെ പുരട്ടി അവരെ പല്ല് തേപ്പിക്കുകയും ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങളും ഒക്കെ കഴുകി, എന്തൊരു സ്നേഹവും കരുതലും, അവരുടെ ഉള്ളിൽ നിസ്വാർത്ഥമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, നമുക്കൊക്കെയാണോ കുഴപ്പം, ഇവർക്കൊക്കെയാണോ കുഴപ്പം? അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു പ്രായമായ ഒരു അപ്പച്ചനെ കൊണ്ട് 3 മക്കള് ഈ സ്ഥാപനത്തിലേക്ക് വന്നു.
അപ്പച്ചന്റെ സഹധർമ്മിണി അമ്മച്ചി മരിച്ചുപോയി. ശവസംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞിട്ട് ഈ അപ്പച്ചനെ ഈ സ്ഥാപനത്തിലാക്കുവാനായിട്ട് വന്നതാണ്. ഈ അപ്പച്ചനെ സ്ഥാപനത്തിലാക്കിയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ മക്കളെല്ലാം അങ്ങ് പോയി. അത് കഴിയുമ്പോൾ ഓരോ തവണയും ഈ ഗേറ്റിന്റെ ചങ്ങല ഓരോ മനുഷ്യർക്കും പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരുവാനും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ അപ്പച്ചൻ വടി കുത്തിപ്പിടിച്ച് ഗേറ്റിന്റെ അടുക്കലേക്ക് ഇങ്ങനെ ഓടുകയാണ്. അവിടുത്തെ സ്റ്റാഫും ഞങ്ങളും ഒക്കെ തിരികെ കൊണ്ടുവരും. അങ്ങനെ ധാരാളം തവണ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ അപ്പച്ചൻ ഇങ്ങനെ ഓടാറുണ്ട്. അങ്ങനെ ഒരു ദിവസം 4 മണി സമയത്ത് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അപ്പച്ചൻ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ഈ ഗേറ്റിന്റെ അടുക്കിലേക്ക് ഓടി. ഞങ്ങൾ പിടിച്ച് അവിടെ ഇരുത്തി. ഞാൻ ഈ അപ്പച്ചനോടൊരു ചോദ്യം ചോദിച്ചു. അപ്പച്ചാ, എവിടേക്കാണ് അപ്പച്ചൻ ഓരോ പ്രാവശ്യവും ഗേറ്റ് തുറക്കുമ്പോൾ ഓടുന്നത്? അപ്പച്ചൻ നൽകിയ മറുപടി, ചെറുക്കനെ, നിനക്ക് എന്തോ അറിയാം. ആ കൊച്ചുങ്ങളെല്ലാം ആ വീട് പൂട്ടിയിട്ടിട്ട് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പച്ചന്റെ മക്കളൊക്കെ എവിടെയാ? അപ്പച്ചൻ പെട്ടെന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ തുടങ്ങി, ഒരു വിമുക്ത ഭടനായ ഞാൻ മഞ്ഞും വെയിലും കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി കാവൽ ചെയ്ത് അധ്വാനിച്ച പണം കൊണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവരെ ഏറ്റവും സമൃദ്ധമായ നിലയിൽ വളർത്തി 3 പേരും ഉന്നതമായ നിലയിൽ 3 വ്യത്യസ്ത തലങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. മക്കളെ കുറിച്ച് വാദോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ മാനസിക നില തെറ്റിയ മറ്റൊരു മനുഷ്യൻ കുടിച്ചുകൊണ്ടിരുന്ന സ്റ്റീൽ ഗ്ലാസ്, ചായ കുടിച്ചുകൊണ്ടിരുന്ന സ്റ്റീൽ ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ക്ഷുഭിതനായി ഈ അപ്പച്ചനോട് ഒരു ചോദ്യം ചോദിച്ചു, തനിക്കിതല്ല ഇതിന്റെ അപ്പുറം കിട്ടണം. എന്നിട്ട് പറയുകയാണ്, താൻ ഈ മക്കൾക്ക് വിദ്യാഭ്യാസവും സമ്പത്തുമെല്ലാം നൽകിയപ്പോൾ അപ്പനെയും അമ്മയെയും സ്നേഹിക്കണമെന്ന പാഠം പറഞ്ഞു കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ, തലമുറകൾ ചോദിക്കുന്ന ഭൗതികമായ എല്ലാം നാം നൽകാറുണ്ട്. അത് നമ്മൾ തന്നെയാണ് നൽകേണ്ടത്. പക്ഷേ ഭൗതികമായ ചിലത് നൽകുന്നതിനോടൊപ്പം ആത്മീകമായ ചില അനുഭവങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുവാൻ കഴിയണം. അങ്ങനെ ചില പകരുന്ന അനുഭവങ്ങൾ, വെളിച്ചത്തിന്റെ പാതകളെ കാണിച്ചു കൊടുക്കുന്ന, നന്മയുള്ള പാതകളെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് യോശിയ രാജാവ് ദാവീദിന്റെ പാതയെ സ്വീകരിച്ച് നിലപാട് സ്വീകരിച്ചതുപോലെ ഒരു തലമുറയെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. ഇവിടെ യോശിയ രാജാവിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത് അവന്റെ അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. 22-ാം അധ്യായത്തിൽ ഈ യോശിയ രാജാവ് രായാസക്കാരനായ ശാഫാനോട് ദേവാലയത്തിൽ പോയി അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ, അത് ശുദ്ധീകരിക്കുവാൻ പറയുന്നുണ്ട്. എന്താണ് രായാസക്കാരനായ ശാഫാൻ എന്ന് പറഞ്ഞാൽ? വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത് രായാസക്കാരനാണ്. എന്താണ് രായാസക്കാരൻ എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അല്പം കൂടി ഭംഗിയായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, സെക്രട്ടറി ടു ദി പാലസ്. കൊട്ടാരത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ രാജാവിന്റെ സെക്രട്ടറിയായ ശാഫാൻ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ മഹാപുരോഹിതനായ ഹിൽക്കിയാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുവാൻ ചെന്നപ്പോൾ ദേവാലയത്തിൽ നിന്നും ഒരു ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടി. ഈ ന്യായപ്രമാണ പുസ്തകം ശാഫാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. 22-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇത് വായിച്ചു കേട്ടപ്പോൾ രാജാവ് എന്ത് ചെയ്തെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രാജാവ് ന്യായപ്രമാണത്തിന്റെ വാക്യങ്ങൾ കേട്ടിട്ട് വസ്ത്രം കീറി. ശാഫാൻ ദേവാലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ന്യായപ്രമാണത്തെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അവന്റെ വസ്ത്രം കീറി. ഇവിടെയാണ് നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്തിലേക്കൊന്ന് മടങ്ങിപ്പോണം. 23-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ. രാജാവ് ആളെ അയച്ചു, പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അബാലവൃദ്ധ ജനങ്ങളെയും ആലയത്തിൽ കൂട്ടിവരുത്തിയിട്ട് കണ്ടുകിട്ടിയ നിയമപുസ്തകം അവർ കേൾക്കെ വായിച്ച് ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ശാഫാൻ കൊണ്ട് വായിച്ചു കേൾപ്പിച്ച ഈ ന്യായപ്രമാണ പുസ്തകമാണ് അബാലവൃദ്ധ ജനങ്ങളെയും കൂട്ടിവരുത്തി യോശിയ രാജാവ് വായിച്ചു കേൾപ്പിച്ചത്. പഴയ നിയമം എഴുതിയത് ഏത് ഭാഷയിലാണ്? എബ്രായ ഭാഷയിൽ. എബ്രായ ഭാഷയിൽ
ഈ വേദഭാഗത്തിൽ കണ്ടുകിട്ടി എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എബ്രായ ഭാഷയിൽ ഹന്നിംസ എന്ന പദമാണ്. ഹന്നിംസ. ഈ ഹന്നിംസ എന്ന പദത്തിന്റെ കൃത്യമായ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഫൗണ്ട് സംതിങ് ഡെലിബറേറ്റ്ലി റിജക്റ്റഡ്. മനഃപൂർവമായി തള്ളിക്കളഞ്ഞ എന്തിനെയോ കണ്ടെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹന്നിംസ. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ അവർ മനഃപൂർവമായി തള്ളിക്കളഞ്ഞ ഈ നിയമപുസ്തകത്തെ, ന്യായപ്രമാണ പുസ്തകത്തെ കണ്ടെത്തുന്ന ഒരനുഭവം കണ്ടെത്തി ആ ന്യായപ്രമാണത്തെ ദൈവസന്നിധിയിൽ ഒന്ന് നവീകരിക്കുവാനും പുതിയൊരു ഉടമ്പടി ദൈവസന്നിധിയിൽ എടുക്കുവാനും ഇവിടെ രാജാവിന് കഴിയുകയാണ്. ഈ പരിശുദ്ധ നോമ്പിന്റെ കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഹന്നിംസയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മീക ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ മനഃപൂർവമായി നാം തള്ളിക്കളഞ്ഞ ചിലതൊക്കെയുണ്ട്. ഇസ്രായേൽ ജനതയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ദൈവബന്ധവും, രണ്ട് തിരുവചനവും. അവരുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം എവിടെയൊക്കെയോ അവർക്ക് മുറിഞ്ഞു പോയിട്ടുണ്ട്. നാം പലപ്പോഴും ദൈവബന്ധത്തെ അളക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ സമയക്രമം കൊണ്ടാകാം, പ്രാർത്ഥനയുടെ തീഷ്ണത കൊണ്ടാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ പുസ്തകത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലിത്തീർത്താൽ പ്രാർത്ഥന പൂർത്തിയായെന്നാണ്. എന്നാൽ ഈ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന പരസ്യ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനൊപ്പം നമ്മുടെ മനസ്സും ഹൃദയവും അതിനോടൊപ്പം സഞ്ചരിച്ച് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹന്നായുടെ പ്രാർത്ഥന പോലെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുന്ന ഒരു അനുഭവത്തിൽ തീഷ്ണതയുള്ള ഒരു ദൈവബന്ധം നമ്മിൽ ഉണ്ടാകണം. ആ തീഷ്ണതയുള്ള ദൈവബന്ധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കഴിയണം. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ ഇസ്രായേൽ ജനതയെ പോലെ തിരുവചനത്തിന് എവിടെയെങ്കിലുമൊക്കെ നാം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, മനഃപൂർവ്വമായി നാം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഈ നോമ്പിന്റെ കാലയളവിൽ നമ്മുടെ ജീവിതത്തോടൊന്ന് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയണം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ തിരുവചനം വ്യാഖ്യാനിച്ചു നൽകിയപ്പോൾ അവരുടെ ഹൃദയമുള്ളിൽ കത്തി. അപ്പം നുറുക്കി നൽകിയപ്പോൾ അവരുടെ കണ്ണ് തുറന്നവർ യെരൂശലേമിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്. ഈ നോമ്പിന്റെ കാലയളവിൽ ഈ പ്രാർത്ഥനയുടെയും നോമ്പനുഷ്ഠാനത്തിന്റെയും ദൈവബന്ധത്തിന്റെയും തീഷ്ണമായ ഭാവത്തിൽ തിരുവചനം കേവലം വായിക്കുന്നതിനപ്പുറം, ഇവിടെ ശാഫാൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ രാജാവ് എന്തെടുത്തെന്നാ നമ്മൾ വായിച്ചത്? അവൻ വസ്ത്രം കീറി. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ കീറണം. തിരുവചനം ധ്യാനിക്കുന്നതിലൂടെ, തിരുവചനം നമ്മുടെ ജീവിതങ്ങളോട് ചേർത്ത് വെക്കുന്നതിലൂടെ ഹൃദയം കീറുന്ന അനുഭവത്തിൽ അനുതാപപൂർണമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയണം. ഇങ്ങനെ ഒരു കണ്ടെത്തല് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ നടന്നത് യോശിയ രാജാവിന്റെ നിലപാടാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ശ്രേഷ്ഠകരമായ നിലപാടുകൾ കൊണ്ട് ചില കണ്ടെത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു കണ്ടെത്തല് ഈ യോശിയ രാജാവിന് കഴിഞ്ഞത് ഒന്നാമത്തെ പ്രത്യേകത പ്രതികൂല സാഹചര്യത്തിലുള്ള അചഞ്ചല വിശ്വാസമാണ്. എന്താണ് വിശ്വാസം? ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകമാണ് ദ ഗോസ്പൽ ഓഫ് ജോയ്. ദ ഗോസ്പൽ ഓഫ് ജോയ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആധുനിക ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിശ്വാസരാഹിത്യമാണ്. പള്ളിയിൽ പോകുന്നുണ്ട്, ആത്മീയ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. സമൃദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കണം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസ ജീവിതം ഹൃദയം കൊണ്ട് നമുക്കുണ്ടോ? എന്താണ് വിശ്വാസം? സുറിയാനി പിതാവായ അപ്രയം എന്ന സഭാപിതാവ് ഇങ്ങനെയൊരു നിർവചനം വിശ്വാസത്തിന് നൽകുന്നുണ്ട്. Faith is an eye that sees God, ear that hear His voice, and the heart that loves Him. വിശ്വാസം എന്നത് ദൈവത്തെ കാണുന്ന കണ്ണാണ്, അവന്റെ ശബ്ദം കേൾക്കുന്ന കാതാണ്, അവന്റെ സ്നേഹം ആവോളം ആസ്വദിക്കുന്ന ഹൃദയമാണ്, അവന്റെ ഹൃദയത്തെ അറിയുന്ന അനുഭവമാണ്. ആ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കഴിയണം.
നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട്. പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന് നിരക്കുന്ന, ദൈവത്തിന്റെ ആലോചനകളോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളെ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തിയ, ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിച്ച ചില മനുഷ്യരുടെ ചരിത്രം ഈ വേദപുസ്തകത്തിൽ നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ജീവിതം നാം നോക്കിക്കേ. വാർദ്ധക്യത്തിൽ ഇസഹാക്കിനെ ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷേ ദൈവം എന്താ പറയുന്നത്? ഈ ഏകജാതനെ നീ ബലി കഴിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയും, വാർദ്ധക്യത്തിൽ ലഭിച്ച ഈ മകന്റെ ആ പിഞ്ചു കരങ്ങളും പിടിച്ചുകൊണ്ട് ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ ഈ മകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പാ, തീയും വിറകുമൊക്കെ ഉണ്ട്, ബലിമൃഗം എവിടെ? ഏതൊരപ്പന്റെ നെഞ്ച് തകർക്കുന്ന ചോദ്യമാണ്. പക്ഷേ അബ്രഹാം നൽകിയ മറുപടിയുടെ നെഞ്ചുറപ്പിന്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. അബ്രഹാം നൽകിയ മറുപടിയാണ് യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും. ഏതൊരപ്പന്റെ നെഞ്ചു തകർക്കേണ്ട ഒരു ചോദ്യത്തിനു മുമ്പിൽ ദൈവം കരുതിക്കൊള്ളുമെന്ന ശ്രേഷ്ഠകരമായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ അബ്രഹാമിന് കഴിഞ്ഞത് അവന് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടാണ്. നമ്മുടെ തലമുറകൾ ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ, ചെറിയ ചെറിയ ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ദൈവം കരുതിക്കൊള്ളും. യഹോവ ഇരേ എന്ന് തലമുറകൾക്ക് പകർന്നു നൽകുവാനായിട്ട് നമുക്ക് കഴിയണം. അതിന് നമുക്ക് വിശ്വാസ ജീവിതം ഉണ്ടാകണം. മോശയുടെ ജീവിതം നോക്കിയാൽ പിമ്പിൽ ഫറവോന്റെ ഇരമ്പുന്ന സൈന്യവും മുൻപിൽ കലങ്ങിയ ചെങ്കടലിൽ നിൽക്കുമ്പോഴും മോശയുടെ കയ്യിൽ ഒരു വടി മാത്രമേ ഉണ്ടായിരുന്നു. മോശയ്ക്ക് തന്നെ നിയോഗമേൽപ്പിച്ച ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഗോത്രപിതാക്കന്മാരായ പിതാവായ യാക്കോബിന്റെ മകനായ യൗസേപ്പിന്റെ ജീവിതം നോക്കിയാൽ സ്വന്തം സഹോദരന്മാർ ഒറ്റപ്പെടുത്തലുകൾ വേദനാജനകമാണ്. പക്ഷേ സ്വന്തം സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ ആ വേദനയ്ക്ക് ഇച്ചിരി ആക്കം കൂടുതലാണ്. സ്വന്തം സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തി പൊട്ടക്കിണറ്റിലാക്കി മിഥ്യാന്യനായ കച്ചവടക്കാരന് വിറ്റു, കാരാഗ്രഹ വാസം ചെയ്യാത്ത തെറ്റിനു അനുഭവിക്കേണ്ടി വന്ന് ഇങ്ങനെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും യോസേപ്പ് വാചാലനായില്ല. യോസേപ്പ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ പല ഉരുവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവ യൗസേപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു, യഹോവ യൗസേപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അബ്രഹാമിന്റെയും മോശയുടെയും യൗസേപ്പിന്റെയും ഇയ്യോബിന്റെ ഒക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിൽ അവർ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് ജീവിതത്തിൽ ദൈവത്തിന് ഹിതകരമായ ചില നിലപാടുകൾ സ്വീകരിക്കുവാൻ കഴിഞ്ഞു. ഇവിടെ യോശിയ രാജാവിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുവാൻ കഴിഞ്ഞത് പ്രതികൂലമായ ബഹുഭൂരിപക്ഷം ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോഴും തന്റെ പൂർവികരായ രാജാക്കന്മാർ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഭരണകരമായ ചില കാര്യങ്ങളെ പിന്തുടരുവാൻ തയ്യാറായപ്പോഴും യോശിയ രാജാവ് ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്ത് തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വെളിച്ചമുള്ള പാതയെ സ്വീകരിച്ചു. രണ്ടാമത് യോശിയ രാജാവിന് ഇങ്ങനെ ശ്രേഷ്ഠകരമായ ധീരമായ നിലപാടെടുക്കുവാൻ കഴിഞ്ഞത് യോശിയ രാജാവിന് തന്റെ ജീവിതത്തിന്റെ നിയോഗത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ നിയോഗത്തെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം യോശിയ രാജാവിന് ഉണ്ടായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. രാജാവ് തൂണിനരികെ നിന്നു. എന്തിനാണ് രാജാവ് തൂണിനരികെ നിന്നത്? എന്തിനാണ് രാജാവ് തൂണിനരികെ നിന്നത്? ഒരു ദേവാലയത്തിൽ അപാലവൃദ്ധം ജനങ്ങളെയും കൂട്ടിവരുത്തി രാജാവിന് യാഗപീഠവും ദേവാലയത്തിൽ പ്രധാന സ്ഥലങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാജാവ് നിന്നത് എവിടെയാ? രാജാവ് തൂണിനരികെ നിന്ന് യഹോവയുടെ സന്നിധിയിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ് തൂണിനരികെ എന്ന ഫ്രേസ് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്.
ഈ തൂണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ യെരൂശലേം ദേവാലയത്തിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ ഈ തൂണിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ ശലോമോൻ രാജാവ് ദേവാലയം പണിതപ്പോൾ 2 തൂണ് പണിതതായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യം. ആ തൂണിന് പേരും അവിടെ പറയുന്നുണ്ട്. ഒരു തൂണിന്റെ പേര് യാഖീൻ എന്നും മറ്റൊരു തൂണിന്റെ പേര് ബോവാസ് എന്നും. അങ്ങനെ യാഖീൻ എന്നും ബോവാസ് എന്നും പറയുന്ന 2 തൂണുകൾ പണിതു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരാളെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് ഈ തൂണിനരികെ നിർത്തിക്കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ യോശിയ രാജാവിനെ രാജാവായി 8 വർഷം മുമ്പ് അഭിഷേകം ചെയ്തത് എവിടെ നിന്നാ? ഈ തൂണിനരികെ നിന്ന. ഈ തൂണിനരികെ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവജനത്തെ നയിക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത അതേ തൂണിനരികെ നിന്നുകൊണ്ട് ആ ഉടമ്പടിയുടെ ഒരു നവീകരണം യോശിയ രാജാവ് നടത്തുകയാണ്. ദൈവജനം ദൈവത്തിൽ നിന്നും അകന്നു പോയെങ്കിൽ ആ ന്യായപ്രമാണ പുസ്തകം ഉറക്കെ വായിച്ച് അതനുസരിച്ച് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ജീവിച്ചു കൊള്ളാമെന്ന് രാജാവും ആ ദൈവജനം മുഴുവനും ദൈവസന്നിധിയിൽ ഉടമ്പടിയുടെ ഒരു നവീകരണം നടത്തുകയാണ്. ഇതാണ് തന്റെ നിയോഗത്തെ കുറിച്ചുള്ള ബോധ്യമാണ് ഒരു രാജാവിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുവാൻ ഇടയാക്കിയത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുകയെ, നമ്മുടെ ജീവിതത്തിൽ ചില നിയോഗങ്ങളിൽ ഉണ്ടോ? ഉണ്ട്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് ചില നിയോഗങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ അധ്യാപകർ കാണും, ആതുര സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ കാണും, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടാവും, ഭവനത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരുണ്ട്. ഒരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ അനേക നിയോഗങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുന്നവരുണ്ട്. ഈ നിയോഗങ്ങളോട്, ആ നിയോഗങ്ങളെ കുറിച്ചൊരു ബോധ്യം നമ്മിൽ ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ നോമ്പിന്റെ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്റെ ജീവിതത്തിന്റെ നിയോഗം എന്ത് എന്നൊരു ചോദ്യം ഉണ്ടാകണം. ഈ ലോകപ്രകാരമുള്ള ചില നിയോഗങ്ങൾക്കപ്പുറം ഈ പരിശുദ്ധ മാമോദീസ തൊട്ടിയിലൂടെ സഭയുടെ ഗർഭപാത്രമാകുന്ന ഈ മാമോദീസ തൊട്ടിയിലൂടെ വീണ്ടും ജനിച്ച നമുക്ക് ചില നിയോഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ, വീക്ഷണത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന 3 നിയോഗങ്ങളുടെ തലങ്ങളെ വളരെ വേഗത്തിൽ പറയുവാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, we are created for good works. We are created for good works. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഓരോ ക്രിസ്ത്യാനിയും വിശുദ്ധ മാമോദീസ കൂദാശയിലൂടെ പിതാവാം ദൈവത്തിന്റെ മകനും ക്രിസ്തുവിന് സഹോദരനും പരിശുദ്ധാത്മാവിന്റെ മന്ദിരമൊക്കെ ആയി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നിയോഗങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ നിയോഗത്തിന്റെ ഈ ഒരു തലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ പരിശുദ്ധ നോമ്പിന്റെ അനുഗ്രഹീത കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ കരമാകുവാൻ, ക്രിസ്തുവിന്റെ ഹൃദയമാകുവാൻ, അവന്റെ മനസ്സാകുവാൻ നമുക്ക് കഴിയണം. വേദനപ്പെടുന്ന ചില ജീവിതങ്ങളിൽ കരുതലിന്റെ ചില കരസ്പർശങ്ങൾ ആവശ്യമായിരിക്കുന്നിടത്ത് അത് നീട്ടുവാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ പരിശുദ്ധ നോമ്പിന്റെ കാലയളവിലെ ഏവൻഗേലിയോൻ ഭാഗങ്ങളെല്ലാം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലെ വേദഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, മറ്റാരാധന വർഷങ്ങളിലെ ഏവൻഗേലിയോൻ ഭാഗങ്ങളെല്ലാം ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് എങ്കിൽ ഇവിടെ ക്രിസ്തുവിന്റെ വ്യത്യസ്തമായ സമീപനങ്ങളാണ്. കാനാവിലെ കല്യാണ ഭവനത്തിൽ ക്രിസ്തു ആ ഭവനത്തോട് കാണിക്കുന്ന കരുണയുടെ ഒരു സമീപനം കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ കുഷ്ഠരോഗിയായ മനുഷ്യനോട് കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. കുഷ്ഠരോഗിയുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ, പാളയത്തിന് പുറത്ത് നിൽക്കുന്ന ഈ മനുഷ്യൻ
യേശുവിന്റെ അടുക്കൽ വന്നിട്ട് എന്തോ പറയുന്നത്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കണം. യേശു എങ്ങനെയാണ് അവനെ ശുദ്ധനാക്കേണ്ടത്? യേശു അവനെ തൊട്ടു സൗഖ്യമാക്കി. യേശുവിന് വേണമെങ്കിൽ, ക്രിസ്തുവിന് വേണമെങ്കിൽ നീ സൗഖ്യമാവുന്നു പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ക്രിസ്തു എന്ത് ചെയ്തു? അവനെ തൊട്ടു. പാളയത്തിന്റെ പുറത്ത് നിന്ന് അശുദ്ധതയുടെ ചില അനുഭവങ്ങളിൽ നിന്നും ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ പരിഗണനയുടെ കരം നീട്ടി അവനെ ഒന്ന് സ്പർശിച്ചപ്പോൾ ശാരീരിക സൗഖ്യത്തിനപ്പുറം ഒരു ആന്തരിക സൗഖ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലും we are created for good works. സൽപ്രവർത്തികൾക്ക് സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യത്തിൽ പരിഗണനയുടെ ആശ്വാസത്തിന്റെ ചില കൈകൾ നീട്ടുവാൻ നമുക്ക് കഴിയണം. ഈ പാലായിൽ ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ട്രെയിന് മുമ്പിൽ പോയി ആത്മഹത്യ ചെയ്ത സംഭവം നാം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ എവിടെയെങ്കിലും പരിഗണനയുടെ ഒരു ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ, പരിഗണനയുടെ ഒരു കരമുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നും നമ്മോടൊപ്പം ജീവിച്ചേനെ. നമുക്ക് ചുറ്റും ഇങ്ങനെ വേദനകൾ ആരോടും പങ്കുവെക്കുവാൻ കഴിയാതെ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി വളരെ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ സാമ്പത്തികമുണ്ട്, കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ വലിയ ഭവനങ്ങളുണ്ട്. പക്ഷേ ഹൃദയം കൊണ്ട് ഒത്തിരി സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ പരിഗണനയുടെ ചില ശബ്ദമാകുവാൻ, പരിഗണനയുടെ കരസ്പർശമാകുവാൻ കഴിയണം. ഈ പരിശുദ്ധ നോമ്പിന്റെ കാലയളവിൽ ഒരു ക്രിസ്ത്യാനിയുടെ നിയോഗം, we are created for good works. നാം ക്രിസ്തുയേശുവിൽ സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്നൊരു ബോധ്യമുണ്ടാകണം. രണ്ടാമത്, പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ we are the fragrance of Jesus Christ. We are the fragrance of Jesus Christ. നാം ക്രിസ്തുയേശുവിന്റെ സൗരഭ്യവാസനയാണ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ കൊരിന്തിലെ ആളുകൾ ഈ പൗലോസ് അപ്പോസ്തലനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? അതിന് പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന മറുപടിയാണ് we are the fragrance of Jesus Christ. ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ സൗരഭ്യവാസന. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ നമുക്ക് കഴിയുന്നത്? അതിന് പൗലോസ് അപ്പോസ്തലൻ തന്നെ അവിടെ ഒരു മറുപടി നൽകുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നിങ്ങളുടെ ജീവിതം ഉടഞ്ഞു പോകുന്നതാണ് എന്നൊരു ബോധ്യമുണ്ടാകണം. നിങ്ങളുടെ ജീവിതം ഉടഞ്ഞു പോകുന്നതാണ് എന്നൊരു ബോധ്യമുണ്ട്. ഈ ലോക ജീവിതം നശ്വരമാണ് എന്നൊരു ബോധ്യമുണ്ടാകണം. ഈ പള്ളിയിലിരിക്കുന്ന എത്ര പേർക്ക് ഇത്ര കാലം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യമുള്ളത് മരണമാണ്. ഏത് നിമിഷവും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടവരാണ് എന്നൊരു ബോധ്യം. ഉടഞ്ഞു പോകുന്ന മൺപാത്രത്തിൽ ആണ് നാം ജീവിക്കുന്നത്. ഉടഞ്ഞു പോകുന്ന നശ്വരമായ ഒരു കൂടാരത്തിലാണ് നമ്മുടെ ജീവൻ എന്നുള്ളൊരു ബോധ്യമുണ്ടാകണം. ആ ബോധ്യത്തിൽ ചില ഉണർവോടും ജാഗ്രതയോടും വിനയത്തോടുമൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ക്രിസ്തുയേശുവിന്റെ സൗരഭ്യവാസനയായി തീരുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സംഘർഷഭരിതമാക്കുക. കൂടിപ്പോയാൽ 80 അല്ലെങ്കിൽ 90, അതിലും കൂടിപ്പോയാൽ 100 വയസ്സ്. അതിനപ്പുറമായി നമ്മൾ ആരും ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല. പക്ഷേ നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ വാശിയോടും ചില വിദ്വേഷങ്ങളോടും നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ സങ്കീർണമാക്കുകയാണ്, സംഘർഷഭരിതമാക്കുകയാണ്. സ്നേഹത്തിന്റെ സുഹൃതങ്ങളുടെ ചില സൗരഭ്യങ്ങളിലൂടെ അവശേഷിപ്പിച്ച് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ കഴിയണം. അതിന് വിനയമുള്ള ജീവിതം ഉണ്ടാകണം. ഈ ലോക ജീവിതം നശ്വരമാണ് എന്നുള്ള ബോധ്യത്തിൽ ഉണർവോടെ, ജാഗ്രതയോടെ, ഒരുക്കത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയണം. വിനയം എന്ന് പറയുമ്പോൾ സുറിയാനി പിതാവായ നിനവയിലെ ഇസഹാക്ക് വിനയത്തിന് ഇങ്ങനെ ഒരു നിർവചനം പറയുന്നുണ്ട്. Humility is the ability to see things in the perspective of God's boundless compassion. ദൈവത്തിന്റെ ആർദ്രത നിറഞ്ഞ കണ്ണിലൂടെ ചുറ്റുവട്ടങ്ങളെ കാണുന്നതിനാണ് വിനയം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുവട്ടങ്ങളെ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണുവാൻ കഴിയണം.
അവിടെ കരയുന്നവനെയും വേദനപ്പെടുന്നവനെയും ചേർത്ത് നിർത്തുവാൻ കഴിയും നമുക്ക്. നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയുടെ നികളഭാവങ്ങളെല്ലാം ഇല്ലാതെയാകും. അങ്ങനെ ഈ ലോക ജീവിതം ഉടഞ്ഞു പോകുന്നതാണെന്നുള്ള ബോധ്യത്തിൽ ക്രിസ്തുയേശുവിന്റെ സൗരഭ്യവാസനയാകുവാൻ കഴിയണം. വി ആർ ദി ഫ്രാഗ്രൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മൂന്നാമത് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ വി ആർ കോൾഡ് ടു ബി ഹോളി. നാം വിശുദ്ധിയുള്ളവരായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നൊരു ബോധ്യം നമ്മിൽ ഉണ്ടാകണം. ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെയും ഏറ്റവും ശ്രേഷ്ഠകരമായ നിയോഗം ഇതാണ്: വി ആർ കോൾഡ് ടു ബി ഹോളി. നാം വിശുദ്ധരായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ്. 1 തെസ്സലോനിക്കർ 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം അത്രേ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം അത്രേ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്. നമ്മളെ ദൈവം എത്രയോ ശ്രേഷ്ഠകരമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 8-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് സൃഷ്ടിച്ചത്. നീ അവനെ ദൈവത്തെക്കാൾ, മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചേ, നമ്മളെ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. വീണ്ടും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്, അവൻ നമ്മെ തേജസ്സും മാനവും അണിയിച്ചു. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ച മനുഷ്യനെ തേജസ്സും മാനവും അണിയിച്ചു. എത്ര ശ്രേഷ്ഠകരമായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ദൈവഹൃദയത്തിൽ സ്ഥാനം നൽകിയിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് അവന്റെ തേജസ് നഷ്ടപ്പെടുത്തി. ദൈവം നൽകിയ ഈ തേജസ്സും മാനവും വിശുദ്ധിയും എല്ലാം നഷ്ടപ്പെടുന്നത് പാപമംഗലമായ ചില സാഹചര്യങ്ങളിലൂടെയാണ്. ഈ പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അനുതാപത്തിന്റെ ഹൃദയങ്ങളിലൂടെ പാപമംഗലമായ ജീവിതങ്ങളെ മാറ്റി നിർത്തി വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, തിരുത്തുവാൻ പറ്റാത്തത്ര വലിയൊരു തെറ്റെന്റെ ജീവിതത്തിൽ വന്നുപോയെന്ന്. അതിനും അപ്പുറമായ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തെറ്റിന്റെ ഉള്ളിൽ വീണ് കിടക്കാതെ എഴുന്നേൽക്കുവാൻ കഴിയുന്നതാണ് ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞത്. ദൈവസന്നിധിയിൽ വിലയേറിയ ഒരു വസ്തു നൽകിയ മാലാഖയുടെ കഥ. ഒരു തുള്ളി കണ്ണുനീര്, അനുതപിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണുനീര് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠകരമാണ് എന്നൊരു ബോധ്യത്തിൽ ഈ പരിശുദ്ധ നോമ്പിന്റെ പാതി വഴികൾ പിന്നിടുമ്പോൾ, പാളയ മധ്യത്തിൽ പിത്തള സർപ്പത്തെ മോശ നാട്ടിയതുപോലെ ദേവാലയ മധ്യത്തിൽ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് ശ്ലീവായെ നാം നാട്ടുമ്പോൾ, ഈ കുരിശിലേക്ക് നോക്കി പാപദംശനം ഏറ്റിട്ടുണ്ടെങ്കിൽ രക്ഷയുടെ ജീവന്റെ അനുഭവത്തിലൂടെ ജീവന്റെ അനുഭവത്തിലേക്ക് ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അനുതാപത്തോടുകൂടി അർത്ഥമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. ആ തിരിച്ചുവരവിനായിട്ടാണ് കാൽവറിയിൽ ക്രിസ്തു യാഗമായി തീർന്നതെന്നുള്ള ഉത്തമ ബോധ്യവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദുഃഖവെള്ളിയാഴ്ച എത്ര പ്രദക്ഷിണമുണ്ട്? ദുഃഖവെള്ളിയാഴ്ച എത്ര പ്രദക്ഷിണമുണ്ട്? എല്ലാരും ദുഃഖവെള്ളിയാഴ്ച പള്ളി വരുന്നവരാ? 2 പ്രദക്ഷിണം. ആദ്യത്തെ പ്രദക്ഷിണം ദേവാലയത്തിന് പുറത്തുകൂടി ശ്ലീവാ തോളിന്മേൽ താങ്ങി എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഗോകുൽത്തായിലേക്ക് കുരിശും വരിച്ചു കൊണ്ടുപോകുന്ന ക്രിസ്തുവിന്റെ ഒരു ചിത്രമൊക്കെ നമ്മുടെ ഉള്ളിൽ നാം ഇങ്ങനെ ആവിഷ്കരിച്ച് നമ്മൾ ആ പ്രദക്ഷിണം നടത്തുന്നു. രണ്ടാമത്തെ പ്രദക്ഷിണം എവിടെയാണ് നടത്തുന്നത്? പള്ളിക്ക് അകത്തൂടിയാണ് നടത്തുന്നത്. ശ്ലീബാവന്ദനം എല്ലാം കഴിഞ്ഞ പുരോഹിതൻ കർത്താവിനെ ഖബറടക്കുവാനായിട്ട് പോകുന്ന ഒരു ശുശ്രൂഷയാണ്. കർത്താവിനെ ഖബറടക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് ആരാധനയിലൂടെ നമുക്ക് നൽകുന്നത്. നിങ്ങൾ ഈ പ്രദക്ഷിണം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവാലയത്തിന്റെ ഉള്ളിലൂടെ തെക്കു വശത്തുകൂടി പുരോഹിതനും ശുശ്രൂഷക്കാരും ഇങ്ങനെ ചുറ്റി 2 തവണ ഇങ്ങനെ തെക്കുകൂടി വടക്കു വശത്ത് വന്നിട്ട്
വടക്ക് നിന്നും എങ്ങനെയാ ഈ പ്രദക്ഷിണം മടങ്ങുന്നത്? ഇതിലം വഴിയാണ് തിരികെ വടക്കുകൂടി മടങ്ങിയാണ് ദേവാലയ മദ്ബഹായിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഒന്ന്, 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണമെങ്കിൽ 3 പ്രാവശ്യം കറങ്ങിയാൽ മതി, അല്ലെ 2 പ്രാവശ്യം വന്നിട്ടും കയറിയാൽ പോരായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പ്രദക്ഷിണം ക്രമീകരിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നെരണത്ത് പള്ളിയിൽ കഴിഞ്ഞ ടേണിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച ആ സമയത്ത് അവിടെ ഒരു മർത്തമറിയ സമാജത്തിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചു. ഒരമ്മച്ചി രസകരമായ ഒരു ഉത്തരം നൽകി. അതെങ്ങനെയാണ്? അച്ഛാ, കുഞ്ഞുമോൻ ധൂവക്കുറ്റിയും കൊണ്ടുപോയി ആ പിള്ളേര് കുഞ്ഞുമോന്റെ പുറകെ പോയതാണ്. കുഞ്ഞുമോൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാന ശുശ്രൂഷ. എന്നാൽ ഈ പ്രദക്ഷിണം കർത്താവിനെ ഖബറടക്കുവാൻ പോകുവാണെങ്കിലും അതിന്റെ ഉള്ളിൽ പിതാക്കന്മാർ ചില അർത്ഥങ്ങൾ കോറിയിട്ടിട്ടുണ്ട്. നമ്മുടെ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകൾക്കും എല്ലാം അനുതാപത്തിന്റെ തലങ്ങളുണ്ട്. അങ്ങനെ ഒരു തലം ഈ പ്രദക്ഷിണത്തിനുമുണ്ട്. ഒന്നാം ആദാമായ ആദം പാപത്തിൽ വീണു. രണ്ടാം ആദാമായ ക്രിസ്തു വന്ന് പാപക്കുഴിയിൽ വീണ ആദമിനെ കോരിയെടുത്ത് മടക്കി പറുദീസയിലേക്ക് കൊണ്ടുവന്നു. ആദം പാപത്തിൽ വീണു, രണ്ടാം ആദാമായ ക്രിസ്തു വന്ന് പാപക്കുഴിയിൽ വീണ ആദമിനെ മടക്കി പറുദീസയിലേക്ക് കൊണ്ടുവന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളും തെറ്റുകളും തിന്മകളും ഒക്കെ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകളിലൂടെ നമ്മൾ വീണുപോയിട്ടുണ്ട്. പക്ഷേ ഈ പരിശുദ്ധ നോമ്പിൽ കാൽവറിയിൽ യാഗമായ ക്രിസ്തുവിലൂടെ എന്റെ വീണ്ടെടുപ്പിനു വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ യാഗമായെന്നുള്ള ബോധ്യത്തിൽ ചില മടങ്ങി വരവുണ്ടാകണം. കാൽവറിയിൽ യാഗമായ ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ വലതുഭാഗത്തെ കള്ളൻ പറയുന്നുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. ആ ദുഷ്കർമ്മിയായ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ ക്രിസ്തുവിനോട് പറയുകയാണ്, നീ എന്നെയും ഓർക്കണം. അവൻ ക്രിസ്തുവിന്റെ മറുപടി അവന് നൽകണം, നീ എന്റെ കൂടെ ഇന്ന് പറുദീസയിൽ. അവസാന നിമിഷം 11-ാം മണി നേരത്ത് ജോലിക്ക് വന്ന ഒരു മനുഷ്യനെ പോലെ അവസാന നിമിഷം അനുതപിച്ച ഈ കള്ളൻ പറുദീസയെ യോഗ്യനാകുകയാണ്. ആദം ഇറങ്ങിപ്പോയ അതേ കാൽപാദങ്ങളിൽ ചവിട്ടി ഈ കള്ളനായ മനുഷ്യൻ പറുദീസയിലേക്ക് മടങ്ങി വരികയാണ്. നമ്മുടെ മുമ്പിലും ഏദന്റെ പറുദീസയുടെ അനുഭവങ്ങളെ തുറന്നിട്ടിട്ടുണ്ട്. ക്രിസ്തുവിലേക്ക് അനുതപിച്ച് repentance is the key to the paradise. അനുതാപമാകുന്ന താക്കോല് കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങിവരവുണ്ടാകണം. ദുഃഖവെള്ളിയാഴ്ച ദിവസം ശ്ലീബായെ വന്ദിക്കുവാനായിട്ട് നാം കടന്നു വരുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാ വരുന്നേ. ഞങ്ങളുടെ ആത്മത്വത്തിനാലെ രക്ഷയുണ്ടായെന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. ആ കള്ളനെ പോലെയാ നമ്മള് ചൊല്ലുന്നത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേ. കള്ളനെ പോലെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദുഃഖവെള്ളിയാഴ്ച ദിവസം ശ്ലീബായെ വന്ദിക്കുവാൻ ലൈനായിട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മനോവ്യാപാരങ്ങളായിരിക്കും. ചിന്തിച്ചു നോക്കിക്കേ. കഞ്ഞിയായി കാണുമോ? ഇതെപ്പ തീരുമായിരിക്കും? ഉഷ്ണമായിരിക്കും? ഇങ്ങനെ പലവിധമായ മനോവ്യാപാരങ്ങളിലൂടെ ഈ പുകയൊക്കെ നിറച്ച് കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്ത ഒരു മനോവ്യാപാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും ആ കള്ളന്റെ ഹൃദയത്തോടെ ഈ ശ്ലീബായെ വന്ന് മുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കള്ളന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലുന്നുണ്ട്, കള്ളന്റെ സുഗീസോകളൊക്കെ ചൊല്ലിയാണ് നമ്മൾ വരുന്നത്. പക്ഷേ കള്ളനെ പോലെ അനുതാപ ഹൃദയത്തോടെ ആ പറുദീസയെ ഒന്ന് അവകാശമാക്കണം. അവന്റെ കൂടി പറുദീസയിലേക്കൊന്ന് ആ കള്ളനെ പോലെ ഒന്ന് കയറണമെന്ന ആ ഹൃദയ തീഷ്ണതയോടെ അനുതാപമുള്ള ഹൃദയത്തോടുകൂടി അടുത്തു വരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മിൽ ഉണ്ടാകണം. അനുതാപം എന്ന ഇംഗ്ലീഷിൽ റിപ്പന്റൻസ് എന്ന് പറയും. ഗ്രീക്കിൽ മെറ്റനോയ്യ എന്ന പദത്തിൽ നിന്നുമാണ് റിപ്പന്റൻസ് വരുന്നത്. മെറ്റനോയ്യ എന്ന പദത്തിന് കമ്മിങ് ബാക്ക് ടു ദി പൊസിഷൻ എന്നതാണ് പറയുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിലേക്കുള്ള ഒരു മടങ്ങി വരവ്. നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തിൽ നിന്നും അകന്ന് വിശുദ്ധ മാമോദീസ കൂദാശയിലൂടെ ലഭിച്ച അഗ്നി എവിടെയെങ്കിലും ജ്വലനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുതാപത്തിന്റെ തീഷ്ണതയിൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന പെസഹായുടെ അനുഭവത്തിൽ
അതിനെ ഒന്ന് ജ്വലിപ്പിച്ച് കർത്താവിന്റെ ഉദ്ധാനത്തിങ്കിലേക്ക് ആ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിവ്യമായ അനുഭവത്തിലേക്ക് കടക്കുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ 3 ഉപമയെ കുറിച്ച് പറയുന്നുണ്ട്. സുപരിചിതമായ ഉപമയ, കാണാതെ പോയ ആടിന്റെ ഉപമ, 2 നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മപ്പണം, 3 നഷ്ടപ്പെട്ടു പോയ മകന്റെ ഉപമ. 3 നഷ്ടപ്പെട്ടതാണ്, 3 കണ്ടെടുക്കുന്നുണ്ട്. പക്ഷേ ഈ 3 നഷ്ടങ്ങൾക്കും 3 കാരണം. കാണാതെ പോയ ആട്, ഈ ആടിന്റെ അജ്ഞത കൊണ്ടാണ് നഷ്ടപ്പെടുന്നത്. കാരണം ചെറിയ പുൽമാലുകൾ കണ്ട് ഹ്രസ്വമായ അതിന്റെ കാഴ്ചകൾ കൊണ്ട് അതിങ്ങനെ ചാടിച്ചാടി അതിന്റെ അജ്ഞത കൊണ്ട് ഇടയനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. ദ്രഹ്മപ്പണം നഷ്ടപ്പെട്ടു പോയ സ്ത്രീ അശ്രദ്ധ കൊണ്ട് ആ നാണയം നഷ്ടപ്പെടുത്തുന്നുണ്ട്. 3ാമത് ആ മകൻ അവന്റെ അഹന്ത കൊണ്ട് അവൻ നഷ്ടപ്പെടുകയാണ്. അജ്ഞത കൊണ്ട് ആട് നഷ്ടപ്പെട്ടെങ്കിൽ, അശ്രദ്ധ കൊണ്ട് നാണയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അഹന്ത കൊണ്ട് മകനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അജ്ഞത കൊണ്ടും അശ്രദ്ധ കൊണ്ടും അഹന്തകൾ കൊണ്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നാമും പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. ഈ പരിശുദ്ധ നോമ്പിന്റെ കാലയളവിൽ അജ്ഞതയെ ജ്ഞാനം കൊണ്ടും, അശ്രദ്ധയെ ധ്യാനം കൊണ്ടും, അഹന്തയെ വിനയം കൊണ്ടും അതിജീവിക്കുവാനും ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാനും അനുതാപപൂർണമായ ജീവിതത്തോടെ വിശുദ്ധിയുള്ള ഒരു ജീവിതം, വി ആർ കോൾഡ് ടു ബി ഹോളി എന്ന ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധമായ ഈ നോമ്പിന്റെ അനുഗ്രഹീതമായ ദിനത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ യോശിയ രാജാവ് അതിശ്രേഷ്ഠപരമായ നിലപാട് സ്വീകരിക്കുവാൻ ഇടയായത് 2 പ്രത്യേകതകൾ കൊണ്ടാണ്. 1, പ്രതികൂല സാഹചര്യങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസം. 2, തന്റെ നിയോഗത്തെ കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം. ഈ യോശിയ രാജാവ് അതിശ്രേഷ്ഠകരമായ നിയോഗത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ചതുപോലെ, ധീരമായ ആത്മീയ നിലപാട് സ്വീകരിച്ചതുപോലെ, നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും, നാം ക്രിസ്തുയേശുവിന്റെ സൗരഭ്യവാസനയാണെന്നും, നാം വിശുദ്ധിക്കായി വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ നിയോഗങ്ങളെ അതിശ്രേഷ്ഠകരമായി ഒന്ന് ക്രമപ്പെടുത്തുവാനും നമ്മുടെ നിയോഗവും നിലപാടും മൂലം യോശിയ രാജാവ് ഇസ്രായേൽ ജനതയെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവന്നതുപോലെ നാം അധിവസിക്കുന്ന സമൂഹവും നമ്മുടെ വരും തലമുറയും ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ നോമ്പനുഷ്ഠാനവും ക്രിസ്തീയ ജീവിതവും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.